Area related to circles ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 12.3 13th ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. A square OABC is inscribed in a quadrant OPBQ. OPBQ. അപ്പോൾ ഈ ക്വാഡ്രന്റിന്റെ ഉള്ളിലാണ് ഈ സ്ക്വയർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ OA 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ആണ് കാണാൻ പറയുന്നത്. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് സ്ക്വയർ. അപ്പോ ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ സൈഡ് 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ റേഡിയസ് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല. ഇവിടെ റേഡിയസ് എത്രയാണ്? ക്വാഡ്രന്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് OB, OQ, OP അതെന്താന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഈ OB എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഡയഗണൽ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽ തന്നെയാണ് ഈ ക്വാഡ്രന്റിന്റെ റേഡിയസ്. അപ്പൊ ഡയഗണൽ ഈക്വൽ ടു റേഡിയസ് ഈക്വൽ ടു, അതായത് ഡയഗണൽ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ഇൻറ്റു സൈഡ് ആണ്. ഇപ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇത് ഇതിന്റെ ഡയഗണൽ. അപ്പോൾ ഈ സ്ക്വയറിന്റെ സൈഡ് A ആണെങ്കിൽ ഇവിടെ സ്ക്വയർ നമുക്കറിയാം ആംഗിൾ 90 ഡിഗ്രി ആണ്. ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഡയഗണൽ ആണ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് വരുന്നത്. ഡയഗണൽ സ്ക്വയർ എന്ന് പറയുന്നത് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ആണ് വരിക. അപ്പോ ഡയഗണൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? √2A സ്ക്വയർ എന്ന് വരും. അപ്പൊ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ √2 ഇൻറ്റു A, അതാണ് √2 ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 20. അപ്പൊ 20√2 ആണ് റേഡിയസ്. റേഡിയസ് ഇസ് ഈക്വൽ ടു 20√2. ഇനി നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രന്റ് കാണാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് πr²/4. ഇവിടെ പൈയുടെ വാല്യൂ 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3.14 ഇൻറ്റു, അതായത് 3.14 ഇൻറ്റു 20√2 ഇൻറ്റു 20√2 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ 4 5. അപ്പൊ ഇത്രയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 √2 ഇൻറ്റു √2 2 ഇൻറ്റു 20 40 40 ഇൻറ്റു 5 200 200 ഇൻറ്റു 3.14. അപ്പോൾ 314 ഇൻറ്റു 2 വരും 8 2 628 ആണ് ഏരിയ ഓഫ് ക്വാഡ്രന്റ്. 628 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ക്വാഡ്രന്റ്. ഇനി ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് 20 ഇൻറ്റു 20 ഈക്വൽ ടു 400. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു 628 മൈനസ് 400. 628 മൈനസ് 400 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 228 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. 14th question, അതില് നമുക്ക് AB and CD are respectively arcs of two concentric circles of radii 21 cm and 7 cm and center O. If AOB equal to 30 degree, then find the area of shaded region. ഇവിടെ area of shaded region എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സെക്ടർ, ഏരിയ ഓഫ് സെക്ടർ OAB മൈനസ് ഏരിയ ഓഫ് സെക്ടർ ഇത് CD. അപ്പോൾ CODയും ആ രണ്ട് സെക്ടറിന് ഏരിയ മൈനസ് ചെയ്താൽ, സെക്ടർ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ AOB മൈനസ് ഏരിയ ഓഫ് സെക്ടർ COD. രണ്ട് സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്യുക. അവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. വലിയ സെക്ടറിന്റെ റേഡിയസ് 21ഉം ചെറിയ സെക്ടറിന്റെ റേഡിയസ് 7ഉം ആണ്. അപ്പോ സെക്ടർ ഏരിയ എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr². ഇവിടെ θ എന്ന് പറയുന്നത് 30 30 by 360 into
pi r square. അപ്പോൾ ഇവിടെ 22/7 into r square എന്ന് പറയുന്നത് 21 into 21 minus 30/360 into 22/7 into 7 into 7. Theta by 360 into pi r square ആണ് sector area. അപ്പോൾ അവിടെ റേഡിയസ് നമ്മൾ വാല്യൂ കൊടുത്തു. ഇനി 7 3s are 21. ഇവിടെ 0 0 ക്യാൻസൽ ആയി. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 2 12. 12ല് 4 3s are 12. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11. അത്രയും ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ 11 into 21. 1 1 2 2 231. 231/2 മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 12. 7 7 ക്യാൻസൽ ആയി. 12 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11. അപ്പോൾ 77/6 ആണ് വരുന്നത്. ഇനി LCM 6 എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ 3 9 693. 693 minus 77/6. 6 ഇവിടെ 8 ആവും. 616/6. ഇത്രയും സെന്റി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആക്കാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 308/3 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അതില് ABC is a quadrant of a circle of radius. അവിടെ നമുക്ക് 14 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് BC as ഡയമീറ്റർ. BC ആണ് ഡയമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇവിടെ BC ഡയമീറ്റർ ആണ്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈ പാർട്ടിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടം വരെ സെമി സർക്കിൾ ആണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ സെഗ്മെന്റിന്റെ ഏരിയ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് സെഗ്മെന്റ്. അവിടെ ഈ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്വാഡ്രന്റ്. ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യണം. അപ്പൊ ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 14 ആണ്, ഹൈറ്റും 14 ആണ്. കാരണം രണ്ടും റേഡിയസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് സെമി സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ എത്രയാന്നുള്ളത് തന്നിട്ടില്ല. ഡയമീറ്റർ എന്താണ്? BC ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ ABC BC square equal to AB square plus AC square. അതായത് 14 square plus 14 square. അപ്പോൾ 196 plus 196. 392. അതായത് BC സ്ക്വയർ ആണ് 392. BC എന്ന് പറയുന്നത് നമുക്ക് അവിടെ 14√2 ആണ് കിട്ടുക. 14 into 40. അപ്പോൾ 196 into 2 എന്ന് പറയുന്നത് 12 392 ആണ്. അപ്പോൾ റൂട്ടിന് പേരില്ല, അതായത് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. BC സ്ക്വയർ എന്ന് പറയുന്നത് 392 ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് 14√2 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയും സെന്റിമീറ്റർ BC കിട്ടി. അതിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? റേഡിയസ്. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു 14√2
ഡിവൈഡ് ബൈ 2. ബി സി എന്ന് പറയുന്നത് എന്താണ് അവിടെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ 14√2 ആയതുകൊണ്ട് നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 7√2 കിട്ടും. ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് അവിടെ ഏരിയ ഓഫ് സെമി സർക്കിൾ ഈക്വൽ ടു ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് പൈ ആർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു അവിടെ റേഡിയസ് നമുക്ക് 7√2 ആണ് കിട്ടിയത്. 7√2. അപ്പൊ 7 ക്യാൻസൽ ആയി. √2 ഇൻറ്റു √2 2 ആണ്. ക്യാൻസൽ ആയി. 11 ഇൻറ്റു 7 ഇൻറ്റു 2 ആണ് കിട്ടുന്നത്. എത്രയാണ്? 77 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 154. അപ്പൊ 154 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സെമി സർക്കിൾ. ഇനി നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രന്റ്, അതായത് സെഗ്മെന്റിന്റെ ഏരിയ. ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രന്റ് പൈ ആർ സ്ക്വയർ ബൈ 4 മൈനസ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ പൈ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടെ ക്വാഡ്രന്റിന്റെ ആർ എന്ന് പറയുന്നത് 14 ആണ്. 14 ഇൻറ്റു 14 മൈനസ്, അതായത് ഡിവൈഡ് ബൈ 4 ഉണ്ട്, ക്വാഡ്രന്റ് ആണ്, മൈനസ് 1/2 ഇൻറ്റു 14 ഇൻറ്റു 14 ആണ്. അപ്പൊ ഇവിടെ 7 ആയി. 2 പിന്നെ 2 കൊണ്ട് ക്യാൻസൽ 2. ഇവിടെ 11. അപ്പോൾ 14 ഇൻറ്റു 11. 14 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 154 മൈനസ് ഇവിടെ എത്രയാണ് വരുന്നത്? 14 ഇൻറ്റു 7 98. അപ്പോൾ 154 98 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ 56 ആണ് കിട്ടുന്നത്. 56 ഏതാണ്? ഏരിയ ഓഫ് സെഗ്മെന്റ് ആണ്. നമുക്ക് കാണേണ്ടത് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് സെഗ്മെന്റിന്റെ ഏരിയ എത്രയാണ് കിട്ടിയത്? 56 ആണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് 154 മൈനസ് 56 ഇസ് ഈക്വൽ ടു 98 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഇതിൽ ഇത്രയേ ചെയ്യേണ്ടതേ ഉള്ളൂ. സെമി സർക്കിളിന്റെ, അതായത് സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് സെഗ്മെന്റിന്റെ ഏരിയ മൈനസ് ചെയ്യണം. ഈ ഭാഗത്തിന്റെ ഏരിയ കിട്ടണമെങ്കിൽ ക്വാഡ്രന്റിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുക. അവിടെ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആദ്യം കണ്ടുപിടിക്കുക. ഇതിന്റെ ക്വാഡ്രന്റിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 16th ക്വസ്റ്റ്യൻ, അതിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഡിസൈൻ റീജിയൻ ഫിഗർ കോമൺ ബിറ്റ്വീൻ 2 ക്വാഡ്രന്റ്സ് ഓഫ് സർക്കിൾസ് ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ ഈച്ച്. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഇത് കാണാൻ വേണ്ടി നമുക്ക് ഇതിനാ, അപ്പോ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ, അതായത് ഈ ഹാഫിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു ആദ്യം. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഈ ഹാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലുള്ളത് കിട്ടും. ഇതിൽ നടുവിലൂടെ നമ്മൾ ഒരു ലൈന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാവുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഈ ക്വാഡ്രന്റ്, ഇത് 8, ഇത് 8 ആണ്. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാർട്ടിന്റെ മാത്രം ഏരിയ കിട്ടും. അതേ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ക്വാഡ്രന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ബൈ 4 മൈനസ്, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു
ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് 8 ഇൻറ്റു 8. ഇവിടെ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 മൈനസ് 1/2 ഇൻറ്റു 8 ഇൻറ്റു 8 ആണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ആയി, ഇവിടെ 2 ഇത്രേ ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ 44 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 32, 352. 352/7 മൈനസ് 32 ആണ് കിട്ടുന്നത്. അപ്പോൾ 32 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22, 224. അപ്പോൾ 352/7 മൈനസ് 224. അപ്പോൾ ഇത്രയാണ് വരുന്നത്. 352 മൈനസ് 224 128. അപ്പോൾ 128/7 ആണ് ഈ ഒരു ഹാഫിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ ഡിസൈൻഡ് റീജിയൻ, ഏരിയ ഓഫ് ഡിസൈൻഡ് റീജിയൻ ഈക്വൽ ടു 2 ഇൻറ്റു 128/7, അതായത് 256/7 സെന്റിമീറ്റർ സ്ക്വയർ. അത്രയാണ് ആ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്